ഇപ്പോൾ വി ഡി സതീശനാണ് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു വലിയ പിഴവ് പറ്റിയാൽ അത് വി ഡി സതീശൻ സ്വന്തം അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല പക്ഷവും കെ സി പക്ഷത്തിൽ ആർക്കെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ആ പക്ഷം മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ലീഗും ഈ നിലപാട്, ഇപ്പോൾ ലീഗിനിപ്പോൾ സംബന്ധിച്ചിടത്തോളം ലീഗ് ഈ മന്ത്രിസഭ വരുന്നത് വരെ എടുക്കുന്ന നിലപാട് മന്ത്രിസഭ വന്നതിന് ശേഷം ഒരു വിവാദ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പോകുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ ഡ്യൂട്ടിയെ കഴിഞ്ഞു. അപ്പം അതാത് മന്ത്രിമാർക്ക് വരുന്ന പിഴവുകൾ അവരവർ സ്വന്തം അനുഭവിക്കേണ്ടി വരുന്ന രീതിയിലേക്ക് മാറും. ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വരുമാനം കൊണ്ടുവരുന്ന വകുപ്പുകളെ കുറിച്ചിട്ടാണ്. ഈ വരുമാനം കൊണ്ടുവരുന്ന വകുപ്പ് എന്ന് പറയുന്നത് ഒന്ന് ഐ ടി വ്യവസായമൊക്കെയാണ്. ഐ ടി വ്യവസായമൊക്കെ ലീഗിൻ്റെ കയ്യിലാണ്. PWD പഞ്ചായത്ത് കാര്യം ഒക്കെ ലീഗിൻ്റെ കയ്യിലാണുള്ളത്. അതുപോലെ തന്നെ വരുമാനം കൊണ്ടുവരുന്ന വകുപ്പ് അല്ലെങ്കിൽ ധനവകുപ്പ് വി ഡി സതീശൻ്റെ കയ്യിൽ ഇരുന്നാലുള്ള കാര്യം ഇത് നടപ്പിലാക്കേണ്ടതും പ്രഖ്യാപിക്കേണ്ടതും ഈ പണം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം ആരുടേതായി വരും? വി ഡി സതീശൻ്റെ ആയി. കാരണം ഞങ്ങൾ ചിലവാക്കേണ്ട ആൾക്കാർ മാത്രം എന്നുള്ള നിലയ്ക്കാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം UDF LDF അധികാരത്തിലുള്ള സമയത്ത് ഈ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് CPM ആണ്. CPM-നെ സംബന്ധിച്ച് റവന്യൂ മാത്രമാണ് പുറത്തുള്ളത്. ബാക്കി രാജൻ മാത്രമാണ് റവന്യൂ. ബാക്കി പ്രധാനപ്പെട്ട വകുപ്പുകൾ മുഴുവൻ CPM-ൻ്റെ കയ്യിലാണ് ഇരുന്നത്. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ വകുപ്പുകളുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വകുപ്പുണ്ടായിരുന്നു. അപ്പം ആ ഫണ്ട് കളക്ട് ചെയ്യാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് ഇന്റേണലി ഒരു പ്ലാനിങ് നടത്താൻ കഴിയുമായിരുന്നു. കാരണം അവർ CPM-ൻ്റെ വകുപ്പ് തന്നെ ആയതുകൊണ്ട് ഇത് ഇത്ര എന്നുള്ള ഇന്റേണൽ പ്ലാനിങ് നടക്കും. ഈ പ്ലാനിങ് UDF-ൻ്റെ ഭാഗത്ത് ഉണ്ടാവുമോ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട്. കാരണം ലീഗിൻ്റെതായ എല്ലാ കാര്യങ്ങളും കിട്ടേണ്ടി വരും. കേരള കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ കിട്ടേണ്ടി വരും. അത് മാത്രം പോരല്ലോ, ശരിക്കും ഇതൊരു 5 ഗ്രൂപ്പായി 5 ഘടകകക്ഷിയായിട്ട് കാണാം. ഒന്ന് വി ഡി സതീശൻ്റെ ഘടകകക്ഷി, ഒന്ന് രമേശ് ചെന്നിത്തല ഒരു ഘടകകക്ഷി, ഒന്ന് KC വേണുഗോപാലിൻ്റെ ഘടകകക്ഷി, പിന്നെ ലീഗ്, കേരള കോൺഗ്രസ്, CMB, പിന്നെ RSP പോലെയുള്ള വകുപ്പുകൾ. അപ്പോൾ ഇത്രയും ഘടകകക്ഷികൾ ഈ ഭാഗത്തുണ്ട്. ഈ രീതിയിലൊരു കൂട്ടുത്തരവാദിത്വം എന്നുള്ളതാണ്. അപ്പം ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും വലിയ സ്ട്രഗിളായത്. ഞാൻ ഇപ്പോഴൊന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് കഴിഞ്ഞതോടുകൂടി അത് അവസാനിച്ചു. ഇനി മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ കൂടെ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. പക്ഷേ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇവരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, കൂട്ടുത്തരവാദിത്തത്തോടുകൂടി സർക്കാരിനെ കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കാണുന്നത്.